ശ്രീ രവീന്ദ്രൻ, മനാഫിനുണ്ടായ ദുരനുഭവം, രഞ്ജിത്ത് ഇസ്രായേലിനുണ്ടായ ദുരനുഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിന്ന് സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി അവിടെ ദുരന്തമുഖത്ത് എത്തുമ്പോൾ പോലും അവിടെ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശം സാഹചര്യമായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ഇടപെടൽ കർണാടക സർക്കാരുമായിട്ടുണ്ടാകണം. രാഷ്ട്രീയമായി തന്നെ ചില കാര്യങ്ങൾ നീക്കേണ്ടിടത്ത് രാഷ്ട്രീയമായി തന്നെ നീക്കേണ്ടതായി വരും. അങ്ങനെ പോകേണ്ടുന്നിടത്തും ഇത്തരത്തിലുള്ള അനാസ്ഥയുണ്ടായി എന്ന് തന്നെയാണോ കരുതേണ്ടത്? കേരളത്തിൽ നിന്നുള്ള കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആൾക്കാരുടെ ജീവനാണ് വലുത്, തങ്ങളിതാ സ്വമേധയാ അവിടെ വരുന്നവരെ നിങ്ങൾ അതനുസരിച്ച് വേണം അവരോട് പെരുമാറാൻ, എല്ലാവിധ സഹായങ്ങളും നൽകണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നതിൽ പിഴവ് വന്നു. അതുകൊണ്ടാണ് ഈ മോശം പെരുമാറ്റം ഉണ്ടായത്. സർക്കാരുകൾ തമ്മിൽ ഇപ്പോഴും ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായും നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല എന്നുള്ള പറയാൻ പറ്റില്ല. നമ്മളുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മീഡിയാസും മറ്റും വേണ്ട 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇപ്പം ഈ നടന്ന രക്ഷാദൗത്യം ഈ വിധത്തിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അതിന് ശേഷം ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ അവരുടെ ഒരു സീക്രട്ടായിട്ട് അല്ലെങ്കിൽ പുറത്തുവിടാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ കാര്യങ്ങൾ നടക്കുന്ന പോലെയാണ്. കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ രക്ഷാദൗത്യത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നത്. നമ്മളിവിടെ ഒരു ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ പോലും ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടു കൂടിയ പോലും അവരവിടെ ചെയ്യുന്നില്ല. കാരണം വളരെ മോശമായ രൂപത്തിലാണ് നമ്മൾ ഈ ചാനലിൽ കാണുന്ന രക്ഷാദൗത്യം അവിടെ നിറവേറ്റുന്നത്. കാരണം അവിടെ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇല്ല. കാരണം ഈ 2 JCB മറ്റേതോ ഉണ്ടായാലൊന്നും പോരാ. ഒരു 10-20 ഇറ്റാച്ചി അതേമാതിരി തന്നെ അതിനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായാൽ മാത്രമേ ഇത് ആക്കുള്ളൂ. മനുഷ്യനായിട്ട് മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് മെഷീനറി കൊണ്ട് മാത്രം നടത്താവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പട്ടാളം ഇറങ്ങിയിട്ട് അവർ വേണ്ട ദൗത്യം നിറവേറ്റണം എന്ന് പറയുന്നത് നമുക്ക് ഈ അർജുനെ വീണ്ടെടുക്കണം എന്നുള്ള ഒരൊറ്റ ശുഭാപ്തി വിശ്വാസം നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും കുടിയിരിക്കുകയാണ്. അതായത് ഒരു മെർസിഡീസ് ഭാരത് ബെൻസ് എന്ന് പറയുന്നത് വളരെയധികം ഫെസിലിറ്റീസ് ഉള്ളതാണ്. കാരണം ഒരു കാരണവശാലും അതിൻ്റെ അകത്തുനിന്ന് ഒരാൾക്ക് പെട്ടെന്നൊരു അപകടങ്ങളൊന്നും പറ്റാൻ സാധ്യതയില്ല. പിന്നെ ഈ ലോറീനെ സംബന്ധിച്ചുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിൽ തടിയാണ് ലോഡാക്കിയിട്ട് ചെയ്തത്. ഈ തടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള വിധത്തിലല്ല. ഇതിൻ്റെ പാർശ്വഭാഗത്തേക്ക് എല്ലാ സൈഡിലേക്കും ഒരു 6 ഇഞ്ച് പോലും പുറത്തേക്കായിട്ട് ഇതുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ലോഡിൻ്റെ കപ്പാസിറ്റിയും ആ ലോഡുള്ള അനുസരിച്ച് ഇതിൻ്റെ വണ്ടിക്ക് യാതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇതിൻ്റെ ടോപ്പ് പോലും ക്യാബിന് പോലും അടി പറ്റാത്ത വിധത്തിലാണ്, കുറച്ച് ഉയരത്തിലാണ് ഈ തടികൾ കയറ്റുക. അപ്പോൾ ആ വിധത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും മണ്ണൊക്കെ അടിഞ്ഞ് വീണാൽ തന്നെ ഇതിൽ നിന്നും വലിയൊരു അപാകതയില്ലാത്ത രൂപത്തിൽ മാറിക്കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വണ്ടിയിൽ AC പ്രവർത്തിക്കുന്നതും അതേമാതിരി തന്നെ മനാഫ് പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയും തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ രക്ഷാദൗത്യം 24 hours നടത്താനുള്ളൊരു ദൗത്യമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിന് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അവരുടെ ഉദ്യോഗസ്ഥന്മാർ അതിലേക്ക് കുറച്ചും കൂടെ പങ്കാളികളാവണം. ഇതേമാതിരി ഒരു രീതിയോ അല്ലെങ്കിൽ സമീപനമോ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.